ഒരു സൂപ്പർ താരത്തിൻ്റെ ഭാര്യയുടെ ദുരിത ജീവിതത്തിൻ്റെ കഥയാണ് പറയുന്നത്. 80കളിൽ മലയാള സിനിമയിൽ കടന്നു വന്ന രതീഷിൻ്റെ ഭാര്യ ഡയാനയുടെ ദുരന്ത കഥ. രതീഷ് തുഷാരത്തിലൂടെയാണ് സൂപ്പർ സ്റ്റാറായി മാറുന്നത്. ജയനെ നായകനാക്കി ചെയ്യാനിരുന്ന സിനിമയായിരുന്നു തുഷാരം. ജയൻ്റെ അപകടമരണം രതീഷിലേക്ക് എത്തിച്ചു IV ശശിയെ. തുഷാരം സൂപ്പർ ഹിറ്റായി മാറി. തുഷാരത്തിലൂടെ രതീഷ് പൊന്നും വിലയുള്ള താരമായി മാറി. തുഷാരം ഒരു തകർപ്പൻ ആക്ഷൻ മൂവിയായിരുന്നു. കാശ്മീരിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യത്തെ മലയാള ചിത്രം. തുഷാരത്തിന് ശേഷം രതീഷിനെ തേടി നിരവധി സിനിമകൾ. നിർമ്മാതാക്കൾ രതീഷിന് മുമ്പിൽ ക്യൂ നിന്നു. രതീഷ് വിവാഹം കഴിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന ഹേമചന്ദ്രന്റെ മകൾ ഡയാനെ. ഒരുപാട് സ്വർണവും വസ്തുവും ഒക്കെ കൊടുത്താണ് ഹേമചന്ദ്രൻ തൻ്റെ മകളെ രതീഷിന്റെ കൈപിടിച്ച് കൊടുത്തത്. രതീഷിന്റെ ഉയർച്ചയും താഴ്ചയും പെട്ടെന്നായിരുന്നു. രതീഷ് കൃത്യനിഷ്ഠത ഇല്ലാത്ത ഒരു നടനായിരുന്നു. കോൾ ഷീറ്റ് കൊടുക്കുക, പിന്നീട് പറഞ്ഞ ദിവസം അഭിനയിക്കാൻ എത്താതിരിക്കുക, അഭിനയിക്കാൻ എത്തിയാൽ സെറ്റിലിരുന്ന് മദ്യപിക്കുക, ഷൂട്ടിങ്ങിന് വരാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രതീഷ് ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രതീഷ് ഉണ്ടാക്കിയപ്പോൾ രതീഷിനെ തേടി വന്ന വേഷങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തി. മമ്മൂട്ടി രതീഷിന്റെ ഒഴിവിൽ അല്ലെങ്കിൽ രതീഷിന്റെ അലസതയിൽ മുന്നേറിയ നടനാണ്. രതീഷും മമ്മൂട്ടിയും അക്കാലത്ത് വലിയ സുഹൃത്തുക്കളായിരുന്നു. മമ്മൂട്ടിക്ക് പല വേഷങ്ങളും ഓഫർ ചെയ്തത് അല്ലെങ്കിൽ പല വേഷങ്ങളിലേക്കും മമ്മൂട്ടി ശുപാർശ ചെയ്തത് രതീഷായിരുന്നു. രതീഷിന്റെ തകർച്ച കാലക്രമേണ പൂർണ്ണമായി. സിനിമയിൽ നിന്ന് വിട്ട് രതീഷ് ബിസിനസ് നടത്തി. ഒരു ബാർ ഹോട്ടൽ സ്ഥാപിച്ചു കൊല്ലത്ത്. ഡയാനയുടെ സ്വത്തെല്ലാം വിറ്റാണ് ബാർ ഹോട്ടൽ ഇട്ടത്. ഒരു ബന്ധുവുമായി ചേർന്ന്. രതീഷ് നിഷ്കളങ്കനായതുകൊണ്ട് ബന്ധു രതീഷിനെ പറ്റിച്ചു. രതീഷിന്റെ ജീവിതം തകർന്നു. ബാർ ഹോട്ടൽ ബന്ധു കൊണ്ടുപോയി. ബന്ധുവിന്റെ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കിയ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായി മാറി അക്കാലത്ത്. പിന്നീട് രതീഷ് കമ്പം തേനി ഭാഗത്ത് ഒരു തോട്ടം വാങ്ങി. ആ തോട്ടം നോക്കി നടത്താൻ രതീഷിന് കഴിഞ്ഞില്ല. അങ്ങനെ അതും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. കമ്മീഷണർ എന്ന ചിത്രത്തിലൂടെ രതീഷ് തകർപ്പൻ തിരിച്ചുവരവ് നടത്തി. തുടർന്ന് രതീഷിനെ തേടി ഒരുപാട് വേഷങ്ങൾ എത്തി. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആ സാഹചര്യത്തിൽ രതീഷിനെ സഹായിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന രതീഷിനെ രക്ഷിക്കാൻ മമ്മൂട്ടി അയ്യർ ദി ഗ്രേറ്റ് എന്ന പടത്തിന് ഡേറ്റ് കൊടുത്തു. പടം കേരളത്തിൽ പരാജയമായി. മണ്ടനായ രതീഷ് തമിഴ് റൈറ്റ് ചെറിയ വിലയ്ക്ക് മറ്റൊരാൾക്ക് കൊടുത്തു. തമിഴ്നാട്ടിൽ പടം ഹിറ്റുമായി. അങ്ങനെയൊക്കെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ച വ്യക്തിയാണ് രതീഷ്. പിന്നീട് കമ്മീഷണറിലൂടെ തിരിച്ചുവരവ് നടത്തിയ രതീഷ് തൻ്റെ മദ്യപാനാസക്തിയൊക്കെ മാറ്റിവെച്ച് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ 48ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. ഹാർട്ട് അറ്റാക്ക് മുഖേന. 4 മക്കളായിരുന്നു അദ്ദേഹത്തിന്. പാർവതി, പത്മരാജ്, പത്മ, പ്രണവ്. ഈ 4 മക്കളെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഡയാന രതീഷ് അന്തം വിട്ടു നിന്നു. അവർ ചെന്നൈയിലെ ഒരു ഹോട്ടലിൽ മാനേജറായി ജോലി നോക്കി. റെസ്റ്റോറൻറ്റിൽ മാനേജറായി ജോലി നോക്കി. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കാനാവില്ല എന്നവർക്ക് അറിയാമായിരുന്നു. അക്കാലത്ത് വനിതയിൽ അവരുടെ ഒരു ഫീച്ചർ വന്നു. അത് കണ്ട സുരേഷ് ഗോപിയും മേനകയുടെ ഭർത്താവ് സുരേഷും ശോഭാ സിറ്റി ഉടമയും ഒക്കെ അവരെ ആ കുട്ടികളുടെ പഠനം ഏറ്റെടുത്തു. കുട്ടികൾ മുതിർന്നു. പക്ഷേ അടുത്ത വിധി ഡയാനയെ തേടിയെത്തി.
ബ്രെയിൻ ട്യൂമറിന്റെ രൂപത്തിൽ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഡയാനയും 4 മക്കളും. അവിടെയും അവരെ സഹായിച്ചത് സുരേഷ് ഗോപിയും മേനകയുടെ ഭർത്താവ് സുരേഷുമായിരുന്നു. ഒരുപാട് ഉയരങ്ങളിലെത്തിയ ഒരു നടന്റെ ഭാര്യയായിരുന്നു ഡയാന. പക്ഷെ ആ നടൻ തൻ്റെ സ്വർണവും വസ്തുവും ഒക്കെ വിറ്റ് ദൂർത്തടിച്ചപ്പോൾ ഡയാന ഒന്നും മിണ്ടാതെ നിന്നു. ഒടുവിൽ ഡയാന അന്തരിച്ചു. പാർവതി മധുര നാരങ്ങ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തി. കുഞ്ചാക്കോ ബോബന്റെ നായികയായി. പക്ഷേ പാർവതിക്ക് കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. പാർവതിയെ സുരേഷ് ഗോപിയും സുരേഷും ചേർന്ന് വിവാഹം കഴിച്ചു. പത്മരാജ് നടനായി. മമ്മൂട്ടി തൻ്റെ ഫയർമാനിൽ മികച്ച വേഷം പത്മരാജന് നൽകി. വില്ലൻ വേഷം, പ്രധാന വില്ലൻ വേഷം പത്മരാജന് നൽകി. പത്മയും പ്രണവും ഇപ്പോൾ സുരക്ഷിതരാണ്. സുരേഷ് ഗോപിയുടെ സഹായവും സുരേഷിന്റെ സഹായവും അവർക്കുണ്ട്. കാരണം അവരൊക്കെ ഈ കുട്ടികളെ സഹായിക്കുന്നത് രതീഷ് ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. എന്തെങ്കിലും കണ്ടാൽ എടുത്തു ചാടുന്ന പ്രകൃതം. ബിസിനസിന്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ച് അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് പഠിക്കാതെ ബിസിനസ്സിലേക്ക് ഇറങ്ങും. അത് രതീഷിന്റെ ദൗർബല്യമായിരുന്നു. ആ ദൗർബല്യം കൊണ്ടാണ് എല്ലാം നഷ്ടപ്പെട്ടത് രതീഷിന്. ഡയാന ഒരു ഘട്ടത്തിലും തൻ്റെ ഭർത്താവിനെ നിയന്ത്രിച്ചിരുന്നില്ല. ഭർത്താവ് സിനിമാ നടൻ. അദ്ദേഹം ചെയ്യുന്ന അബദ്ധങ്ങൾ നിശബ്ദമായി അവർ നോക്കി നിന്നു. രതീഷ് മരിച്ചപ്പോൾ കുറച്ചു കാലം ഡയാന LIC ഏജന്റ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്ത കലാകൗമുദി സ്ഥാപനത്തിൽ LIC ആളെ ചേർക്കാൻ വേണ്ടി അവർ എത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് ഗതികേടായിരുന്നു അവരുടെ ജീവിതം. അത്രയ്ക്ക് പ്രാരാബ്ധം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. എന്തായാലും ഡയാന ഇന്നില്ല. സുരേഷും ഉള്ളതുകൊണ്ട് അവരുടെ ചികിത്സയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല. ഒരുപാട് ദുഃഖം അനുഭവിച്ചു അവർ. തൻ്റെ ഭർത്താവ് കമ്മീഷനിലൂടെ തിരിച്ചുവരവ് നടത്തുമ്പോൾ അവർക്കൊരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി വിധി രതീഷിനെ കവർന്നെടുത്തപ്പോൾ ജീവിതത്തെ നോക്കി പകച്ചു നിന്നുപോയി അവർ. എന്തായാലും ഡയാനയുടെ കണ്ണീർ കഥ ഇതാണ്. സൂപ്പർ താരത്തിൻ്റെ ഭാര്യയായി നിറഞ്ഞു നിന്നു. പിന്നീട് LIC ഏജന്റായി, റെസ്റ്റോറൻറ്റിലെ മാനേജറായി. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ജീവിതം.